JEE മെയിൻ 2025 രാജ്യത്തെ വിവിധ NIT, IIIT, GFTIകളിലെ പ്രവേശനത്തിനായുള്ള JEE മെയിൻ 2025 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിൽ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 5 റാങ്കിൽ 5ഉം ആദ്യ 10ൽ 9 റാങ്കുകളും നേടി പാലാ ബ്രില്യന്റ് മികച്ച വിജയം കരസ്ഥമാക്കി. അക്ഷയ് ബിജു കേരളത്തിലെ 1ാമൻ. എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും ബ്രില്യന്റിൽ നിന്ന് അക്ഷയ് ബിജു 99.99605001% സ്കോർ കരസ്ഥമാക്കി ഓൾ ഇന്ത്യ റാങ്ക് 98ഉം നേടി. ഗൗതം വാത്യാട്ട് JEE മെയിൻസിൽ കേരള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കൻ. അഖിലേന്ത്യാ തലത്തിൽ 99.978575 സ്കോറോടെ 413ാം റാങ്ക് നേടി. മിലൻ ജോസ് JEE മെയിൻസിൽ കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. 99.973252 സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 497ാം റാങ്ക് നേടി. ആദിത്യ രതീഷ് JEE മെയിൻസിൽ കേരള 4ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. 99.97292220 സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 512ാം റാങ്ക് നേടി. മാഹിർ അലി JEE മെയിനിൽ കേരള 5ാം സ്ഥാനം 99.966391% സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 605ാം റാങ്ക് നേടി. ആന്റണി ഫ്രാൻസിസ് JEE മെയിനിൽ കേരള 7ാം സ്ഥാനം 99.95966440 സ്കോറോടെ ആന്റണി ഫ്രാൻസിസ് അഖിലേന്ത്യാ തലത്തിൽ 709ാം റാങ്ക് നേടി. ആദിൽ സയാൻ JEE മെയിൻസിൽ കേരള 8ാം സ്ഥാനം 99.95696990 സ്കോറോടെ അഖിലേന്ത്യാ തലത്തിൽ 736ാം റാങ്ക് നേടി. മിഷാൽ ഷെരീഫ് JEE മെയിൻസിൽ 99.95066440 എന്ന സ്കോർ കരസ്ഥമാക്കി കേരള 9ാം റാങ്കും കരസ്ഥമാക്കി. ഹരിഗോവിന്ദ് R JEE മെയിൻസിൽ 99.95061665 എന്ന സ്കോർ കരസ്ഥമാക്കി ഓൾ ഇന്ത്യ 844ാം റാങ്കും കേരള 10ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ 1000 റാങ്കിനുള്ളിൽ ബ്രില്യന്റിലെ 11 വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ തലത്തിൽ ഇടം പിടിച്ചു. 40ഓളം വിദ്യാർത്ഥികൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും 100% സ്കോർ നേടാൻ സാധിച്ചു. 99%-ന് മുകളിൽ 375 വിദ്യാർത്ഥികളെ എത്തിക്കാൻ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് കഴിഞ്ഞു. 98%-ന് മുകളിൽ ബ്രില്യന്റിൽ നിന്നും 812 കുട്ടികളാണുള്ളത്. 97%-ന് മുകളിൽ 1320 വിദ്യാർത്ഥികളും 96%-ന് മുകളിൽ 1700 വിദ്യാർത്ഥികളും 95%-ന് മുകളിൽ 2100 വിദ്യാർത്ഥികളും 90%-ന് മുകളിൽ 3800 വിദ്യാർത്ഥികളുമുണ്ട്. കുസാറ്റ് 2025 പ്രവേശന പരീക്ഷയിലും ആദ്യ റാങ്കുകൾ ബ്രില്യന്റിനാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല GPG പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് മികച്ച വിജയം. BTech പ്രവേശന പരീക്ഷയിൽ ആദ്യ 10 റാങ്കുകളിൽ 9ഉം MSc ഇന്റഗ്രേറ്റഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫോട്ടോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷകളിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കി ബ്രില്യന്റ് മികച്ച നേട്ടം കൈവരിച്ചു. ആദിൽ സയാൻ റാങ്ക് 1, നിരഞ്ജൻ R റാങ്ക് 2, മാഹിർ അലി റാങ്ക് 3, നമിയ ഫാത്തിമ റാങ്ക് 4, ജെറോം ബേബി റാങ്ക് 5, അനന്തു റാങ്ക് 6, ശ്രീഹരി P 7ാം റാങ്ക്, ഗൗരി ശങ്കർ S 8ാം റാങ്ക്, ഹരിനന്ദ് SK 10ാം റാങ്ക്. കുസാറ്റ് BTech പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 റാങ്കുകളിൽ 9ഉം 50-നുള്ളിൽ ഇടം നേടിയ 46ഉം 100-നുള്ളിൽ വന്ന 87 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയവരാണ്. കുസാറ്റ് ഇന്റഗ്രേറ്റഡ് ഫിസിക്സ് പരീക്ഷയിൽ മാഹിർ അലി 1ാം റാങ്ക്, മാത്തമാറ്റിക്സ് പരീക്ഷയിൽ മാഹിർ അലി 1ാം റാങ്ക്, കമ്പ്യൂട്ടർ സയൻസിൽ മാഹിർ അലി 1ാം റാങ്ക്, സ്റ്റാറ്റിസ്റ്റിക്സിൽ വിഘ്നേഷ് S കുമാർ 1ാം റാങ്ക് എന്നിവർ ആദ്യ റാങ്കുകൾ നേടി മികച്ച വിജയം കൈവരിച്ചു. രാജ്യത്തെ IITകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ 2025 JEE അഡ്വാൻസ്ഡിൽ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥിയായ അക്ഷയ് ബിജു ദേശീയ തലത്തിൽ 192ാം റാങ്ക് കരസ്ഥമാക്കി കേരളത്തിൽ 1ാമനായി. മഹാദേവൻ സഞ്ജു കേരള 2ാം സ്ഥാനം കരസ്ഥമാക്കി ഓൾ ഇന്ത്യ തലത്തിൽ 258ാം റാങ്കും നേടി. ആദിൽ സയാൻ കേരള 3ാം സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 426ഉം കരസ്ഥമാക്കി.
ഗൗതം വാത്യാട്ട് കേരള 4 സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 443 കരസ്ഥമാക്കി. മിലൻ ജോസ് കേരള 5 സ്ഥാനവും 466 ഓൾ ഇന്ത്യ റാങ്കും നേടി. മാഹിർ അലി കേരള 6 സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 645 കരസ്ഥമാക്കി. ഹരികിഷൻ ബൈജു കേരള റാങ്ക് 7 സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 646 കരസ്ഥമാക്കി. ജോഷോ ജെയ്സൺ കേരള 9 സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 804 കരസ്ഥമാക്കി. ഹരിത് ശ്യാം കേരള 10 സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 830 കരസ്ഥമാക്കി. JEE അഡ്വാൻസ്ഡിൽ ആദ്യ 10-ൽ 9 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളുടേതായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 500 റാങ്കുകളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ 5 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. ആദ്യ 1000 റാങ്കിനുള്ളിൽ 9 പേരും, 5000 റാങ്കിനുള്ളിൽ 75 പേരും, 10000 റാങ്കിനുള്ളിൽ 190-ലധികവും വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ ബ്രില്യന്റിന് സാധിച്ചു. ഈ വർഷത്തെ IIT പ്രവേശനത്തിനായി 750ഓളം വിദ്യാർത്ഥികൾ യോഗ്യത നേടിയെടുത്തതിലൂടെ എല്ലാ വർഷങ്ങളിലെയും പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അവരുടെ സ്വപ്നത്തിലേക്ക് നയിച്ചു എന്ന ഖ്യാതി ബ്രില്യന്റിനെ തേടിയെത്തി. ഗണിതശാസ്ത്രത്തിലെ അധ്യാപനത്തിനും ഗവേഷണത്തിനുമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ വർഷം ബ്രില്യന്റിന്റെ അഭിമാനമായ 4 വിദ്യാർത്ഥികളാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, BSc ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കോഴ്സുകളിലേക്ക് പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം പ്രധാന ഹൈലൈറ്റ് ആണ്. കേരളത്തിൽ നിന്ന് ആകെ 4 വിദ്യാർത്ഥികൾക്കാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശനം നേടാൻ സാധിച്ചിരിക്കുന്നത്. ആ 4 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഹരിത് ശ്യാം, ആദിൽ സയാൻ, മഹാദേവൻ സഞ്ജു, നിഹാൽ റഹ്മാൻ എന്നീ 4 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്നും ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ശാസ്ത്ര വിഷയങ്ങളിൽ ഉന്നത നിലവാരമുള്ള ഗവേഷണവും പരിശീലനവും പ്രോത്സാഹിപ്പിക്കുവാനായി കേന്ദ്ര സർക്കാരിന്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഐസറുകൾ. ഈ വർഷത്തെ ഐസർ പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചു. ജസ്റ്റിൻ കുര്യാക്കോസ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. ഈ വർഷം നടന്ന നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 821ാം റാങ്കും JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1947ാം റാങ്കും JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 3558ാം റാങ്കും ജസ്റ്റിൻ കരസ്ഥമാക്കിയിരുന്നു. ജോഷോ ജെയ്സൺ ഓൾ ഇന്ത്യ റാങ്ക് 10, കൗശിക് കൃഷ്ണ ഓൾ ഇന്ത്യ റാങ്ക് 21. ആദ്യ 100 റാങ്കുകളിൽ ബ്രില്യന്റിൽ നിന്നും 5 പേർ ഇടം നേടി. ആദ്യ 500 റാങ്കിനുള്ളിൽ 26 പേരും 1000 റാങ്കിനുള്ളിൽ 46 പേരും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്.